ഓക്കെ, അപ്പോൾ തമ്മനയിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി SSCയിലേക്ക് എത്തി എന്ന് പറഞ്ഞത് കേട്ട് ഞെട്ടിയിട്ടോ അല്ലെങ്കിൽ കമന്റ് ഇടാൻ വേണ്ടിയിട്ടോ ഒക്കെ വന്ന ആളുകളായിരിക്കും. അങ്ങനൊന്നും വരാൻ സാധ്യതയില്ല എന്ന് പറയാൻ വേണ്ടി വന്ന ആളുകളായിരിക്കും. ഓക്കെ, അപ്പോൾ പൊതുവെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ട്, ശ്രദ്ധിക്കണം എന്ന് കുട്ടികളോട് പറയുന്ന സമയത്ത് ഞങ്ങളെ ടെൻഷൻ ആക്കരുത് എന്നുള്ള ഒരു കമന്റാണ് അവർ പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അത് ടെൻഷൻ ആവാൻ വേണ്ടി പറയുന്നതല്ല, അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. ആ സാധ്യത കൂടെ നമ്മൾ മുന്നിൽ കാണണം എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിനെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ ഈ കഴിഞ്ഞ CHSL പരീക്ഷയിൽ, അതായത് കഴിഞ്ഞ മാസം നടന്ന CHSL പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ SSCയിലേക്ക് എന്ത് ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട്? ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി വന്നിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞ CHSL പരീക്ഷയിലും വന്നിട്ടുണ്ട്. ഓക്കെ, CHSL ഒരു +2 ലെവൽ പരീക്ഷയാണ്, നിങ്ങൾക്ക് അറിയാം. ഈ അടുത്ത മാസം നടക്കാൻ പോകുന്ന CGL പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. ഓക്കെ, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം +2 ലെവൽ പരീക്ഷയ്ക്ക് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. ഇത് എവിടെയും ചോദിക്കാം, ഈ വരാൻ പോകുന്ന 2024 CGLനും ചോദിക്കാം, അടുത്ത മാസം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളെ പ്രിപ്പറേഷനിൽ ഏത് ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിലും ആ ലെവലിൽ നിങ്ങൾ ആരെയും കൂടെ പരിഗണിക്കുക, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിന്റെ ബേസിക്സ് എങ്കിലും പരിഗണിച്ച് പോവുക. ഒരിക്കലും നമ്മളൊരു ചാൻസ് എടുക്കരുത്. നമുക്ക് മാത്സിൽ 25 വാങ്ങാൻ വേണ്ടിയിട്ട് ദിശ അക്കാദമി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളെ പ്ലേലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കണ്ടമാനം കണ്ടന്റുകൾ അവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ കൂടെ എന്തില്ലാതായി പോകരുത്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഇല്ലാതായി പോകരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ മിസ്സായി പോകരുത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്നത് എന്താണ്, ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുള്ള ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിക്കുക, നിങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞില്ല, നിങ്ങൾ ചെന്നിരിക്കുമ്പോൾ എക്സാമിന് CGL എക്സാമിന് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. എന്തായിരിക്കും നിങ്ങളൊരു സിറ്റുവേഷൻ? കുറച്ചും കൂടെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിവിടെ ഒരു കാര്യമുള്ളത്, ഒരു പുതിയ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ആദ്യമുള്ള സമയത്ത് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ ഷിഫ്റ്റിൽ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഉത്തരം ചെയ്യാൻ പറ്റണം. അതാണ് ഇന്ന് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. ചെറിയ സമയം കൊണ്ട്, നിങ്ങൾ ആ വീഡിയോന്റെ ലെങ്ത് കണ്ടിട്ടുണ്ടാവും, വളരെ ചെറിയ സമയം കൊണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി അറിയുന്നതിന് മുന്നേ നമ്മൾ ട്രിഗ്നോമെട്രി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ ട്രിഗ്നോമെട്രി ഒരു ബേസിക് ഐഡിയ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ വീഡിയോ കാണുക. ഇനി അതല്ല, ട്രിഗ്നോമെട്രി ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഒരു ബേസിക് ഐഡിയ ഇല്ല, എന്താണ് സൈൻ തീറ്റ എന്ന് പോലും അറിയില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ട്രിഗ്നോമെട്രി ഒന്ന് പഠിച്ച് അതിന്റെ ബേസിക് ഐഡിയാസ് ഒക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. ഓക്കെ, അപ്പൊ നമുക്കറിയാം, നമുക്ക് 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് പറയാൻ ഏറ്റവും എളുപ്പമുള്ളത് സൈൻ തീറ്റയാണ്. സൈൻ തീറ്റ, ഇവിടെ തീറ്റയ്ക്ക് നിങ്ങൾ കുറെ വാല്യൂസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറെ ആൻസേഴ്സ് കിട്ടും അല്ലെ. തീറ്റയ്ക്ക് 0 ഡിഗ്രി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 0 എന്ന് കിട്ടും. തീറ്റയ്ക്ക് 30 ഡിഗ്രി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 1/2 എന്ന് കിട്ടും. ഇങ്ങനെയൊക്കെയാണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ സൈൻ തീറ്റയാണ് നിങ്ങൾക്ക് എന്താണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. സൈൻ തീറ്റനെ ഞാനൊരു മെഷീൻ ആയിട്ട് വിചാരിക്കുക. ഈ മെഷീന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ അതിന് ഇൻപുട്ട് ഇട്ട് കൊടുക്കാൻ ഒരു പൈപ്പ് ഉണ്ട്. ഓക്കെ, നിങ്ങളിവിടെ ഡിഗ്രി 0 ഡിഗ്രി 30 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ ആംഗിൾസ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതാണ് തീറ്റന്റെ സ്ഥലം, ഇവിടെയാണ് തീറ്റയ്ക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുന്ന സ്ഥലം. അങ്ങനെ നിങ്ങൾക്ക് ഈ മെഷീനാകുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ടാണ് ഈ കിട്ടുന്ന ഉത്തരങ്ങൾ. നിങ്ങൾക്ക് കുറെ വാല്യൂസ് ആ കിട്ടുക, 0 എന്നും 1/2 എന്നും 1/√2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ വാല്യൂസ് കിട്ടും. ഇതാണ് ബേസിക്കലി സൈൻ തീറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഒരു ഇൻപുട്ട് ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു ഡൊമൈൻ ഉണ്ട്. അതാണ് കറക്റ്റ് ടേം. ഒരു ഡൊമൈൻ ഉണ്ട്, ഒരു റേഞ്ച് ഉണ്ട്. നിങ്ങൾക്കറിയാം സൈൻ തീറ്റ മാക്സിമം 1 വരെ പോവുള്ളൂ, മിനിമം -1 വരെ പോവുള്ളൂ. അതിന്റെ ഇടയിലാണ് സൈൻ തീറ്റ നിൽക്കുക അല്ലെ. എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റന്റെ റേഞ്ച്, ഡൊമൈൻ എന്താണ്, അല്ലെങ്കിൽ റേഞ്ച് എന്താണ്? റേഞ്ച് എന്ന് പറഞ്ഞാൽ -1 മുതൽ 1 വരെയുള്ള നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഡൊമൈൻ എന്ന് പറഞ്ഞാലോ, നമ്മൾ ഒരുപാട് ഡൊമൈൻ കൊടുക്കാറുണ്ട്. 0 ഡിഗ്രി മുതലുള്ള കുറെ ഡൊമൈൻ നമ്മൾ കൊടുക്കാറുണ്ട്. നെഗറ്റീവ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കുക. അപ്പൊ കിട്ടുന്ന ഉത്തരം എങ്ങനെയായിരിക്കും? -1ന്റെയും 1ന്റെ ഇടയിലായിരിക്കും. ഓക്കെ, ഇതാണ് ബേസിക്കലി നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കിയോ. ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു മെഷീൻ ഉണ്ടാക്കി. ഈ മെഷീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സപ്പോസ് നിങ്ങൾ ഈ സൈൻ തീറ്റ എന്ന് പറയുന്ന ഈ മെഷീൻ ഒരു അരി പൊടിപ്പിക്കുന്ന മെഷീനാണെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഡൊമൈനിൽ കുറച്ച് അരി കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന എന്താ, കുറച്ച് അരിപ്പൊടി ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു പ്രോസസ്സ് തിരിച്ചു നടത്താൻ വേണ്ടി വേറൊരു മെഷീൻ ഉണ്ടാക്കി. ആ മെഷീന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ കുറച്ച് അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന റിസൾട്ട് തിരിച്ച് അരിയായിട്ട് ഇത് വരും. ഓക്കെ, അങ്ങനെ ഒരു മെഷീൻ പോസിബിൾ അല്ല. പക്ഷെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ ആ ഒരു മെഷീൻ പോസിബിൾ ആണ്. അതായത് നിങ്ങൾ ഇവിടെ ആംഗിൾ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് റേഷ്യോസ് കിട്ടും. ഓക്കെ, അതിന് പകരം ഞാൻ ഇവിടെ റേഷ്യോസ് ഇട്ട് കൊടുക്കുകയാണ് 1/2.
അപ്പോൾ ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഈ ഒരു മെഷീൻ അതിനെ എന്താക്കി മാറ്റും? അതിനെ ആംഗിൾ ആക്കി മാറ്റും. ഓക്കെ, നിങ്ങൾ ഇവിടെ ആംഗിൾ ഇട്ടപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റേഷ്യോ കിട്ടി. ഇവിടെ ഞാൻ റേഷ്യോ ഇടുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു ആംഗിൾ കിട്ടും. 1/2 ഇടുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 30 ഡിഗ്രി കിട്ടും. നമുക്കറിയാം സൈൻ 30 ഡിഗ്രി ആണെന്ത് 1/2. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എന്താ മനസ്സിലായ അതിനകത്ത് തീറ്റയ്ക്ക് 30 ഡിഗ്രി ഇവിടെ ഡൊമൈൻ കൊടുക്കുമ്പോൾ ഇവിടെ എനിക്ക് ആൻസർ ആയിട്ട് 1/2 കിട്ടും. അങ്ങനെയല്ലേ പഠിച്ചിരുന്നത്? പക്ഷെ ഞാൻ നേരെ തിരിച്ചു പറയാൻ പോവാ. 1/2 കൊടുക്കുന്ന സമയത്ത് തീറ്റേന്റെ സ്ഥാനത്ത് ആര് വരും? അതാണ് എന്റെ ചോദ്യം. 1/2 കൊടുക്കുന്ന സമയത്ത് തീറ്റേന്റെ സ്ഥാനത്ത് ആര് വരും? ഇതാണ് എന്റെ ചോദ്യം. ആ ചോദ്യം സോൾവ് ചെയ്യുന്ന ആളെയാണ് ഞാൻ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അതിന് ഞാൻ ഒരു പേര് കൊടുത്തു, സൈൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, അപ്പോ അത് സംഭവം സിമ്പിൾ ആയിട്ട് ഇത്രേ ഉദ്ദേശിക്കുന്നു. സൈൻ തീറ്റ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആരാണ്? തീറ്റയാണ്. ഓക്കെ, തീറ്റയാണ്. ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഏത് വാല്യൂ തീറ്റയ്ക്ക് കൊടുക്കുമ്പോഴാണ് ഇവിടെ എക്സ് കിട്ടുന്നത്? സൈനിന് എക്സ് കിട്ടുക. സൈൻ തീറ്റ എന്ന് പറയുന്ന റേഷ്യോക്ക് എക്സ് കിട്ടാൻ ഏത് വാല്യൂ കൊടുക്കണം? ഇവിടെ ആലോചിച്ച് നോക്ക്. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എപ്പോഴാണ് സൈൻ തീറ്റ 1/2 ആവുക? എപ്പോഴാ? 30 ഡിഗ്രി ഇടുമ്പോൾ. അപ്പൊ സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ഇത് തന്നെയാണ് ഈ ബാക്കിയുള്ള 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെയും ഇൻവേഴ്സ് പറയുന്നത്. ബാക്കിയുള്ള 5 എണ്ണത്തിന്റെയും ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം കൺസെപ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു മെഷീനും അതിനെ തിരിച്ച് പഴയ പോലെ ആക്കുന്ന മറ്റൊരു മെഷീനുമായിട്ട് 2 ഫംഗ്ഷൻസിനെയും മനസ്സിലാക്കുക. ഇതാണ് ബേസിക് ഐഡിയ. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. അതിന് മുന്നേ നിങ്ങൾ ഫംഗ്ഷൻ, അതായത് 6 ഫംഗ്ഷൻസ് ഉണ്ട് ഞാൻ പറഞ്ഞു. സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ്, കൊസിക് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്. 6 ഫംഗ്ഷൻസ് ഉണ്ട്. 6നും ഡൊമൈൻ ഉണ്ട്. ഡൊമൈൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇട്ട് കൊടുക്കുന്ന ഇൻപുട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിവിടെ വാല്യൂസ് ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്, ഡൊമൈൻ ആയിട്ട് കൊടുക്കുന്നത്. നമുക്ക് കിട്ടുന്നത് എന്താ? നമുക്ക് കിട്ടുന്നത് ആംഗിൾസ്. അതിനാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിച്ചത് കേട്ടോ. അപ്പൊ നിങ്ങൾ റേഞ്ച് ശ്രദ്ധിച്ചേ. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എന്താ? -π/2 മുതൽ π/2 വരെ. കോസ് ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എന്താ? 0 to π. അപ്പൊ അത് രണ്ടൊന്ന് ശ്രദ്ധിച്ചു വെക്കുന്നത് നല്ലതാണ്. അതായത് നിങ്ങൾ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ഈ -1 മുതൽ 1 വരെയുള്ള ഏത് വാല്യൂസ് കൊടുത്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിന്റെ ഇടയിൽ 0ന്റെയും π-ന്റെ ഇടയിൽ ഉള്ള ഉത്തരങ്ങൾ കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇവിടെ ഡൊമൈൻ എന്താന്ന് മനസ്സിലാക്കണം. ഇവിടെ ഈ എക്സിന്റെ സ്ഥാനത്ത് കൊടുക്കുന്ന ഇൻപുട്ട്, ആ ഇൻപുട്ടിനെയാണ് ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. എക്സിന് ആരെ കൊടുക്കും? ഇവിടെ ചിലപ്പോൾ 10x ഉണ്ടാവും. അതിൽ എക്സിന് ആരെ കൊടുക്കും എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എക്സിന് ഇട്ട് കൊടുക്കുന്ന വാല്യൂസിനാണ് നിങ്ങൾ ഡൊമൈൻ എന്ന് വിളിക്കുക. ഇവിടെ കോസ് ഇൻവേഴ്സ് എക്സ് ആയതുകൊണ്ട് അതിന് കൊടുക്കുന്ന വാല്യൂസ് -1 മുതൽ 1 വരെ ആവാം എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പൊ ഡൊമൈനും റേഞ്ച് എന്ന് പറഞ്ഞാൽ ആ വാല്യൂസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ ഏത് ലിമിറ്റ് വരെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത് രണ്ടും മനസ്സിലാക്കി കൃത്യമാക്കി വെച്ചിട്ടുണ്ടാവണം. അത് പറയാൻ കാരണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 4x. ഓക്കെ, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു തീറ്റ ആണെങ്കിൽ ഈ എക്സിന് കൊടുക്കുന്ന വാല്യൂസിനാണ് ഡൊമൈൻ എന്ന് വിളിക്കുക. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയായിരുന്നു? -1 മുതൽ 1 വരെ എല്ലാ വാല്യൂസും കൊടുക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇതിൽ -1ഉം 1ഉം നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇങ്ങനെയുള്ളത് അതിന്റെ അർത്ഥം എന്താ? -1ഉം, ഇത് സ്ക്വയർ അല്ല, ക്ലോസ്ഡ് ബ്രാക്കറ്റ് അല്ല, ഇത് ഓപ്പൺ ബ്രാക്കറ്റാ. ഓപ്പൺ ബ്രാക്കറ്റിന്റെ അർത്ഥം എന്താ? -1ഉം 1ഉം ഉൾപ്പെടുന്നില്ല, പക്ഷെ അതിന്റെ ഇടയിലുള്ള ആൾക്കാർ ഉൾപ്പെടും. ഓക്കെ, അതിപ്പോ നമുക്ക് ആവശ്യമില്ല. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഇവിടെ -1ഉം 1ഉം ഉൾപ്പെടുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ എക്സിന് ആരെ കൊടുക്കുന്നോ അതാണ് ഡൊമൈൻ. ഓക്കെ, അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സിൽ എക്സിന് കൊടുക്കുന്ന വാല്യൂസ് -1 മുതൽ 1 വരെ. ഇവിടെ സൈൻ ഇൻവേഴ്സ് 4x ഉള്ളത് കേട്ടോ. സൈൻ ഇൻവേഴ്സ് 4x ഉള്ളത്. അതിന്റെ ഡൊമൈൻ എവിടെയാ വരിക? അതിന്റെ ഇവിടെ ഈ വാല്യൂ 4x എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നേരത്തെ എക്സ് ഉണ്ടായിരുന്നത്. എക്സിന് വരേണ്ട വാല്യൂസ് ആരൊക്കെയാ? -1 മുതൽ 1 വരെ. അതായത് 4xന് മാക്സിമം വരാൻ പറ്റിയ വാല്യൂ -1 മുതൽ 1 വരെ. ഇതിന്റെ ഇടയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ എക്സിന് വരാൻ പറ്റിയ വാല്യൂസ് ഏതൊക്കെയാ? എക്സിന് വരാൻ പറ്റുന്ന വാല്യൂസ് ആണല്ലോ ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ. എക്സിന് ഏതൊക്കെ വാല്യൂസ് ഇട്ട് കൊടുക്കാം? അപ്പൊ എക്സിന് വരാൻ പറ്റുന്ന വാല്യൂസ് ആരൊക്കെയാ? -1/4 to 1/4. ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണ് കേട്ടോ. ഒരു സിമ്പിൾ ഐഡിയ ആണ്. 4xന് -1 പോവാം, 1 വരെ പോവാം. അങ്ങനെയാണെങ്കിൽ അതിനകത്തുള്ള എക്സിന് എത്ര വരെ പോവാം? -1/4 മുതൽ 1/4 വരെ പോവാം. പകരം നിങ്ങൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് 4xലെ എക്സിന് 1 കൊടുത്തു എന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് സൈൻ ഇൻവേഴ്സ് 4 എന്ന് കിട്ടും. അത് പോസിബിൾ അല്ല. കാരണം എന്താ?
ഒരു പ്രാവശ്യം പോലും സൈൻ തീറ്റയ്ക്ക് 4 കിട്ടൂല. സൈൻ തീറ്റയുടെ വാല്യൂ ഒരിക്കലും 1ന്റെ മുകളിലേക്ക് പോകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഈ മൊത്തം 4x-ന് -1ന്റെയും 1ന്റെ ഇടയിലായിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് x-ന് ഏതൊക്കെ വാല്യൂ കൊടുക്കാന്ന് കണ്ടുപിടിക്കാം. അതാണ് ഡൊമൈൻ. ഓക്കെ, അപ്പൊ ഡൊമൈൻ എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ ഏറ്റവും വൃത്തിയായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇനി ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് എങ്ങനെയാണ്? ബേസിക് ആയിട്ട് റെയിൽവേ എക്സാംസിനൊക്കെ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണാറുണ്ട്. നോക്കിയോ, സൈൻ ഇൻവേഴ്സ് 1/√2 ആരാണ്? ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സൈൻ ഇൻവേഴ്സ് 1/√2 ആരാണെന്ന് ചോദിച്ചാൽ ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, സൈൻ തീറ്റ ഈക്വൽ ടു 1/2 ആണ്. ആ സമയത്തുള്ള തീറ്റ ആരാന്നാ ചോദിക്കുന്നത്. ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവുക, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ. അപ്പൊ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മിനിമം വാല്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫൈൻഡ് ദ മിനിമം വാല്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് മിനിമം വാല്യൂ എന്ന് പറയുന്നതെന്ന് പറഞ്ഞുതരാം. നിങ്ങളൊരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, ഇപ്പൊ സൈൻ തീറ്റ ആണെങ്കിൽ അതിന്റെ വാല്യൂസ് ഇങ്ങനെ മാറി വരും അല്ലെ. ഇവിടെ എത്തിയാൽ മാറും, ഇവിടെ വേറെ ആയിരിക്കും, ഇവിടെ വേറെ ആയിരിക്കും, ഇവിടെ വേറെ ആയിരിക്കും, ഇവിടെ വേറെ ആയിരിക്കും, ഇവിടെ വേറെ ആയിരിക്കും. ഇതിനിടയിൽ ചില സ്ഥലത്ത് സെയിം ആൻസേഴ്സ് കിട്ടും. അതായത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. സൈക്കിൾ റിപ്പീറ്റേഷൻ ഉണ്ടാവും. അങ്ങനെ റിപ്പീറ്റേഷൻ ഇല്ലാതെ ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾക്ക് 1/2 കിട്ടണം. അപ്പൊ 1/2 കിട്ടുന്ന കുറെ സൈൻ തീറ്റ ഉണ്ട്. തീറ്റയ്ക്ക് ഒരുപാട് വാല്യൂസിൽ 1/2 കിട്ടും. അതിൽ ആദ്യം തീറ്റേന്റെ ഏറ്റവും ചെറിയ വാല്യൂ വരാമെന്നാണ് ചോദിക്കുന്നത്. ഇനി നിങ്ങൾ രണ്ടാമത്തെ റൗണ്ട് എടുക്കുമ്പോൾ വീണ്ടും കിട്ടും അല്ലെ. അവിടെ 360 പ്ലസ് തീറ്റ പിന്നെയും കറങ്ങും. അങ്ങനെ കറങ്ങുമ്പോഴും നിങ്ങൾക്ക് 1/2 കിട്ടും. ആ തീറ്റ അല്ല വേണ്ടത്. ഏത് വേണം? ഏറ്റവും മിനിമൽ ആയിട്ട് ആദ്യം ഈ കറക്കം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം എവിടെയാണോ 1/2 കിട്ടുന്നത് അതാണ് ഈ തീറ്റേന്റെ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രിൻസിപ്പൽ വാല്യൂ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ടേബിളിൽ സൈൻ തീറ്റ എപ്പോഴാണ് 1/2 ആവുക? ഈ തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആവണം. അല്ലെങ്കിൽ 30 ഡിഗ്രി എന്ത് വിളിക്കാം? π/6 എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ π/6 ആണ് അവിടുത്തെ ആൻസർ വരുന്നത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് π/3. ഇത് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ സ്വാഭാവികമായിട്ട് ആദ്യം എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം, എന്നിട്ടേ പുറത്തുള്ളത് സോൾവ് ചെയ്യണ്ടു. അപ്പൊ ഇവിടെ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് π/3 എത്രയാ? കോസ് π/3 എത്രയാന്ന് വെച്ചാൽ നിങ്ങൾ പറയും π/3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആണ്. കോസ് π/3 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഓക്കെ, അപ്പൊ കോസ് ഇൻവേഴ്സ് 1/2 എത്രയാന്ന് ചോദിക്കുന്നത്? കോസ് തീറ്റ ഈക്വൽ ടു 1/2 ആണെങ്കിൽ തീറ്റ എത്രയാന്ന് ചോദിക്കുന്നത്? എത്രയാണ്? π/3. ഓക്കെ, അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്യുന്ന പോലെ അല്ലെ, കോസ് ഇൻവേഴ്സും കോസും കട്ട് ചെയ്യുന്നത് പോലെയാ. അങ്ങനെ കട്ട് ചെയ്യാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. അവിടെ നമുക്ക് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആദ്യം തുടക്ക സമയങ്ങളിൽ ഇങ്ങനെ ചെയ്ത് ശ്രമിക്കുക. പിന്നീട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കോസ് ഇൻവേഴ്സും കോസും ഒക്കെ ഒഴിവാക്കിയിട്ട് π/3 ഉത്തരം എടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ അങ്ങനെ എടുക്കാൻ ശ്രമിക്കരുത്. കാരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ നിങ്ങൾ ഇങ്ങനെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചു. കോസ് ഇൻവേഴ്സും കോസും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 13 π/3 എന്ന് കിട്ടും. അത് ഉത്തരമാണോ? അത് ഉത്തരമല്ല. 13 π/3 നിങ്ങളൊന്ന് അതിനൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2π ആണോ? അല്ല, 4π ഉണ്ട്. ഇത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 4π പ്ലസ് π/3 എന്ന് കിട്ടും. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എന്തായത്? 13 π/3 എന്നായത്. ഓക്കെ, ഈ 4π എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു റൗണ്ട് കറങ്ങി 2π, ഒരു റൗണ്ട് പിന്നെയും കറങ്ങി 4π, പിന്നെയും കറങ്ങിയ 6π ആയി. ഇതിന് നമുക്ക് വേണോ? വേണ്ട. ഇത്രയും റൗണ്ട് കറങ്ങിന്റെ ആ റൗണ്ടിനെയൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. നിങ്ങൾക്ക് എന്ത് മതി? ഇവിടെയുള്ള π/3 മാത്രം മതി. അപ്പൊ പൈന്റെ n π എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റുക. എന്നിട്ട് അത് ഈവൻ നമ്പർ ആണെങ്കിൽ അതങ്ങ് ഒഴിവാക്കി കളയുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ചിട്ടുള്ള കാര്യം കൂടെയാണ്. അതുകൊണ്ട് നമുക്കത് ടെൻഷൻ ഇല്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് കോസ് ഇൻവേഴ്സ് ഓഫ് ഈ 4π മറന്നേക്കുക. എന്തെഴുതുക? കോസ് π/3 ആക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ കോസ് π/3 ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോസ് π/3. ഇനി എന്ത് ചെയ്യാം? കോസ് π/3 1/2 എന്നറിയാം. കോസ് ഇൻവേഴ്സ് 1/2 അത് ഇവിടെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതിന് ആൻസർ നിങ്ങൾക്ക് π/3 കിട്ടും. ഓക്കെ, എന്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് വരാൻ പാടില്ല? 13 π/3 ആൻസർ വരാൻ പാടില്ല? അതൊരു ചോദ്യമാണ് അല്ലെ. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞത്. കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഉത്തരം എപ്പോഴും കോസ് ഇൻവേഴ്സിനകത്ത് ആര് വന്നാലും ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ഏത് വാല്യൂ വന്നാലും ഉത്തരം 0 മുതൽ π വരെ ആയിരിക്കണം. ഓക്കെ, 13 π/3 എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് എത്ര വരെയാ? 4π പ്ലസ് π/3 അത് എന്തിനെക്കാട്ടും കൂടുതലാ? പൈനെക്കാട്ടും കൂടുതലാ. അങ്ങനെ ഒരു റേഞ്ച് പ്രിൻസിപ്പൽ വാല്യൂ അങ്ങനെ വരാൻ പാടുണ്ടോ? പാടില്ല. എപ്പോഴും പൈനെക്കാട്ടും കുറവായിരിക്കണം പ്രിൻസിപ്പൽ വാല്യൂ. ഓക്കെ, അതുകൊണ്ടാണ് ഈ 4π നിങ്ങൾ ഒഴിവാക്കണം എന്ന് ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പൊ അത് ശ്രദ്ധിക്കണം, നേരെ അങ്ങ് കട്ട് ചെയ്ത് കളയരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ലെവലിലേക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ടാൻ ഇൻവേഴ്സ് 1/√3 മൈനസ് സീക്ക് ഇൻവേഴ്സ്
2 സീക്ക് ഇൻവേഴ്സ് 2. അപ്പൊ ടാൻ ഇൻവേഴ്സ് 1/√3 തുടക്കത്തിൽ മാത്രമേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അവിടെ കാണുന്നതിന് ഉത്തരം മനസ്സിലാവും. ടാൻ ഇൻവേഴ്സ് 1/√3 ഈക്വൽ ടു തീറ്റയാണ്. അപ്പൊ തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ ടാൻ തീറ്റ ഈക്വൽ ടു 1/√3 ആണ് മനസ്സിൽ ധ്യാനിക്കുക. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഈ തീറ്റ, ഏത് തീറ്റയ്ക്കാണ് ഇവിടെ 1/√3 ആൻസർ വരിക? നിങ്ങൾക്ക് അറിയാം 30 ഡിഗ്രിക്കാണ്. ഓക്കെ, ആ 30 ഡിഗ്രി അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, π/6 എന്ന് വിളിക്കാം. അപ്പൊ ഇതിന്റെ വാല്യൂ, ആദ്യത്തെ വാല്യൂ π/6 ആയി. ഇനി സീക്ക് ഇൻവേഴ്സ് 2 ഈക്വൽ ടു തീറ്റ. അപ്പൊ അവിടുത്തെ തീറ്റ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? സീക്ക് തീറ്റ ഈക്വൽ ടു 2. എപ്പോഴാ സീക്ക് തീറ്റ 2 ആവുക? തീറ്റയ്ക്ക് ഏത് വാല്യൂ വരുമ്പോ? തീറ്റയ്ക്ക് π/3 വരുമ്പോഴാണ് സീക്ക് തീറ്റ 2 ആവുന്നത്. ഓക്കെ, അപ്പോൾ π/6 മൈനസ് π/3 ആൻസർ വരും. അത് നിങ്ങൾ ചെയ്യുമ്പോൾ -π/6 എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തും. നിങ്ങൾ ക്രോസ് മൾട്ടിപ്പിൾ ഒന്നും ചെയ്യേണ്ട. ഇത് ഇരട്ടിയും ഇത് പകുതിയുമാണ്. പകുതിയിൽ ഇരട്ടി കുറച്ചാൽ -പകുതി നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അത് നിങ്ങൾ ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുറച്ച് സോൾവ് ചെയ്ത് ശ്രമിക്കുക. നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ കയറി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ പിൻ ചെയ്തേക്കാം. അതിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾ അങ്ങനെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് അവിടെ തന്നെ അത് സോൾവ് ചെയ്യാം. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു PDF നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഇനി ആ സമയത്താണ് ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ. ഇതൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന വരുന്ന സമയത്താണ് വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത്. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് -1/2 കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിനകത്ത് ഒരു നെഗറ്റീവ് വന്നു. അപ്പൊ നിങ്ങൾക്ക് സെയിം മെത്തേഡ് തന്നെയാണോ ചെയ്യേണ്ടത്? അപ്പൊ സെയിം മെത്തേഡ് അല്ല ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം -1/2ന്റെ സൈൻ തീറ്റ വാല്യൂ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല, ടേബിൾ ആയിട്ട് പഠിച്ചില്ല. ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 ഈക്വൽ ടു ആരാന്നാ ചോദിച്ചത്. ഓക്കെ, അപ്പോ സൈൻ ഇൻവേഴ്സ് അല്ല, സൈൻ തീറ്റ ഈക്വൽ ടു -1/2 ആവണം. എപ്പോഴാണ് സൈൻ തീറ്റ -1/2 ആവാന്നാ ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സൈൻ തീറ്റ എപ്പോഴാ 1/2 ആവുക? തീറ്റ ഈക്വൽ ടു π/6 ആവുമ്പോഴാണ്, അല്ലെങ്കിൽ 30 ഡിഗ്രി ആവുമ്പോഴാണ്. ഇവിടെ സൈൻ തീറ്റയ്ക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അതായത് നിങ്ങൾക്ക് ഇവിടെ തീറ്റ ഈക്വൽ ടു എത്ര കിട്ടും? -π/6 എന്ന് കിട്ടും. എങ്ങനെ വന്നത്, അല്ലെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതായത് സപ്പോസ് നിങ്ങൾക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് -x കണ്ടുപിടിക്കണം. നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? -സൈൻ ഇൻവേഴ്സ് x കണ്ടുപിടിച്ചാൽ മതി. എടാ, സൈൻ ഇൻവേഴ്സ് x കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ. നമ്മളിപ്പോ സോൾവ് ചെയ്ത് മുന്നത്തെ ക്വസ്റ്റ്യൻ ഒക്കെ സോൾവ് ചെയ്ത് എങ്ങനെയാ? സൈൻ ഇൻവേഴ്സ് x, ആ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പൊ അതുപോലെ സോൾവ് ചെയ്യുക, എന്നിട്ട് പുറത്തൊരു മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ആയി. ഓക്കെ, സൈൻ തീറ്റയ്ക്ക് അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സിന് ഈ വാല്യൂ പോസിബിൾ ആണ്. പക്ഷെ എല്ലാത്തിനും പോസിബിൾ ആണോ? അല്ല. സപ്പോസ് നിങ്ങൾക്ക് കോസ് ഇൻവേഴ്സ് -1/√2 ഇത് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ മൈനസ് പുറത്തിട്ടിട്ട് കോസ് തീറ്റ ഈക്വൽ ടു 1/√2 എപ്പോഴാവുമെന്ന് ചെക്ക് ചെയ്യണോ? കോസ് തീറ്റ ഈക്വൽ ടു 1/√2 ആവും. എപ്പോഴാണ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? 45 എന്ന് കിട്ടും, അല്ലെ π/4 എന്ന് കിട്ടും. -5/4 എന്ന് കൊടുത്ത ആൻസർ കിട്ടും. പക്ഷെ നമുക്കറിയാം കോസ് തീറ്റയ്ക്ക് ഒരിക്കലും, കോസ് ഇൻവേഴ്സ് എക്സിന് ഒരിക്കലും നെഗറ്റീവ് ആൻസർ വരില്ല. നിങ്ങൾ നോക്കിയാൽ മതി, കോസ് ഇൻവേഴ്സ് എക്സിന് 0 മുതൽ π വരെ ആൻസർ, ഒരിക്കലും നെഗറ്റീവ് 0-നെക്കാട്ടും താഴെ പോകാൻ പാടില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ നെഗറ്റീവ് കൊടുത്താൽ അത് സംഭവിക്കും. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ 1-2 ഫംഗ്ഷൻസിന് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കണേ, സൈൻ ഇൻവേഴ്സ് -x ചോദിച്ചാൽ നിങ്ങൾക്ക് മൈനസ് പുറത്തെടുത്തിട്ട് സൈൻ ഇൻവേഴ്സ് x കണ്ടുപിടിക്കാം. കൊസീക് ഇൻവേഴ്സ് ചോദിച്ചാലും നിങ്ങൾക്ക് സെയിം മെത്തേഡ് തന്നെ, ഇവിടെയുള്ള ഈ മൈനസിനെ എടുത്ത് പുറത്തിടുക. നമ്മൾ നേരത്തെ സോൾവ് ചെയ്തതുപോലെ സോൾവ് ചെയ്യുക. ടാൻ ഇൻവേഴ്സ് ഓഫ് -x വന്നാലും സെയിം തന്നെ ചെയ്യുക. ഈ മൈനസ് എടുത്ത് നേരെ പുറത്തേക്ക് ഇട്ടാൽ മതി. -tan ഇൻവേഴ്സ് x കണ്ടുപിടിക്കുക. ടാൻ ഇൻവേഴ്സ് x നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാലോ, നമുക്ക് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ആ മൈനസ് നിന്റെ അവസാനം ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 ആൾക്കാർ, കോസ് ഇൻവേഴ്സ് x, സീക്ക് ഇൻവേഴ്സ് x, കോട്ട് ഇൻവേഴ്സ് x, ഇവർക്ക് 3 പേർക്കും എന്തൊരു പ്രത്യേകതയുണ്ട്? ഇവർക്ക് 3 പേരെ പ്രത്യേകത നിങ്ങൾ നോക്കിയോ. ഇവരെ 3 പേരെയും റേഞ്ച് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോ. ഇപ്പോ കോസ് ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എത്രയാ? 0 to π. കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എത്രയാ? 0 to π. സീക്ക് ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എത്രയാ? 0 to π. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആർക്കും എന്തില്ല? നെഗറ്റീവ് റേഞ്ച് ഇല്ല. അതായത് ഉത്തരം നെഗറ്റീവ് ആവാൻ പാടില്ല. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യുക? π- എന്നുള്ളൊരു നൊട്ടേഷൻ എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് -√3/2. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ആദ്യം കോസ് തീറ്റ ഈക്വൽ ടു √3/2 എപ്പോഴാവുക നോക്കുക. കോസ് തീറ്റ എപ്പോഴാണ് √3/2 ആവുക? നിങ്ങൾക്ക് തീറ്റന്റെ വാല്യൂ π/6 കിട്ടുമ്പോഴാണ് √3/2 ആവുക. ഓക്കെ, തീറ്റന്റെ വാല്യൂ π/6 ആണ് കിട്ടി. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഇത് ഈക്വൽ ടു π - കോസ് ഇൻവേഴ്സ്
√3/2 ആക്കുക. ഒരിക്കലും നെഗറ്റീവ് അങ്ങനെ തന്നെ പുറത്തെടുത്തിടരുത്. അതിന്റെ മുന്നിൽ ആരണം ഒരു പൈ മൈനസ് ഉണ്ടാവണം. എന്തുകൊണ്ട് പൈ മൈനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം സിമ്പിൾ ആണ്. അതായത് നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാവരും പോസിറ്റീവ് ആണ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ ആര് പോസിറ്റീവ് അല്ല, കോസ് പോസിറ്റീവ് അല്ല, ആണോ? ഓൾ എവിടെ മാത്രം കോസ് പോസിറ്റീവ് എവിടേക്കാ? ഫസ്റ്റ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും. പക്ഷെ ഇവിടെ നെഗറ്റീവ് ആവുന്ന കേസല്ലേ ചോദിച്ചത്, അതുകൊണ്ട് തന്നെ സെക്കൻഡിലോ തേർഡിലോ ആയിരിക്കണം. ഇനി പൈ മൈനസ് എടുക്കാൻ കാരണം എന്താ? പൈ മൈനസ് എടുക്കാൻ കാരണം എപ്പോഴും പൈനെക്കാട്ടും കുറവായിരിക്കണം, 0 to π ആയിരിക്കണം കോസ് തീറ്റന്റെ വാല്യൂ ഉണ്ടാവേണ്ടത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ പൈ മൈനസ് എടുക്കുന്നത്. അപ്പൊ നെഗറ്റീവ്, ഇതിന് നെഗറ്റീവ് വരാൻ പാടില്ല, പക്ഷെ മൊത്തത്തിലുള്ള ആൻസർ നെഗറ്റീവ് കിട്ടണം. അതുകൊണ്ട് ഈ രണ്ട് ക്വാഡ്രന്റിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ആ ഒരു ആസ്പെക്റ്റിലേക്ക് ഇപ്പോൾ പോകണ്ട, നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പൊ കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കോട്ട് ഇൻവേഴ്സ്, ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചു എന്ന് വിചാരിച്ചോ, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് മൈനസ് √3. കോട്ട് ഇൻവേഴ്സ് മൈനസ് √3 കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് √3 കണ്ടുപിടിക്കണം. ഓക്കെ, പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് √3. കോട്ട് തീറ്റ ഈക്വൽ ടു √3 ആവുന്നത് എപ്പോ? കോട്ട് തീറ്റയ്ക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാ? π/6 കൊടുക്കുമ്പോഴാ. ഓക്കെ, അപ്പോൾ പൈ മൈനസ് π/6 എന്ന് കൊടുക്കാൻ നിങ്ങൾക്ക് ഇവിടെ ആൻസർ ആയിട്ട് 5π/6 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് ഞാൻ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മിനിമം മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നമുക്ക് അതിനനുസരിച്ച് സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് തരാം. ഇനിയാണ് നമ്മളെ ടാസ്ക്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ദ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് 7/25 മൈനസ് കോസ് ഇൻവേഴ്സ് 15/17. ഓക്കെ, അപ്പൊ ഇവിടെ ഇതെന്താ? ഇതൊരു ആംഗിൾ അല്ലേ? നിങ്ങൾ കോസ് ഇൻവേഴ്സിന് ഇവിടെ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആംഗിൾ ആണ്. ഇവിടെ റേഷ്യോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആംഗിൾ ഉത്തരം കിട്ടും. ഇതല്ലേ ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആംഗിളിനെ ഞാൻ തൽക്കാലം എക്സ് എന്ന് വിളിക്കുക. ഈ ഉത്തരം എക്സ് ആണ്, ഈ ഉത്തരം y ആണെന്ന് വിളിക്കുക. അപ്പൊ ഞാൻ കണ്ടുപിടിക്കേണ്ടത് എന്താ? എക്സ് മൈനസ് വൈ ആണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. എക്സ് എന്ന് പറഞ്ഞ ആംഗിൾ നിന്ന് വൈ എന്ന് പറഞ്ഞ ആംഗിൾ കുറയ്ക്കണം, അതാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോ നിങ്ങൾ ആദ്യത്തെ ആളാരാ? കോട്ട് ഇൻവേഴ്സ് ഓഫ് 297/425. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ടെൻഷൻ ആവും, പക്ഷെ സംഭവം സിമ്പിൾ ആണ്. എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ പറഞ്ഞ എക്സ് മൈനസ് വൈ ആണെന്നാണ്, അല്ലേ? അതായത് എക്സ് മൈനസ് വൈ ആ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏതോ ഒരു ഓപ്ഷൻ എക്സ് മൈനസ് വൈ ആ. ഒന്നെങ്കിൽ ഇവനാണ് എക്സ് മൈനസ് വൈ, അല്ലെങ്കിൽ ഇവനാണ് എക്സ് മൈനസ് വൈ, അല്ലെങ്കിൽ ഇത് എക്സ് മൈനസ് വൈ ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ആള് എക്സ് മൈനസ് വൈ ആണ്. ഇത് നാലിൽ ഏതെങ്കിലും ഒന്ന് എക്സ് മൈനസ് വൈക്ക് ഈക്വൽ ആയിരിക്കും. ഏതാണ് ഈക്വൽ ആവുക എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അതിനു മുന്നേ ഞാനിവിടെ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. കോസ് ഇൻവേഴ്സ് 7/25 ആണ് നമ്മൾ എക്സ് എന്ന് എടുത്തത്, അല്ലെ? അപ്പോ നിങ്ങൾ പറ, കോസ് എക്സ് ആരായിരിക്കും? 7/25 ആയിരിക്കും. ഓക്കെ, അപ്പൊ 7/25 എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുള്ള ട്രിപ്ലറ്റ് ആണ് 7, 24, 25. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. ആ ട്രയാങ്കിളിൽ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇവിടെ 7 എവിടെ ആയിരിക്കും? 7 ഇവിടെ ആയിരിക്കും, 25 ഇവിടെ ആയിരിക്കും, 24 ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ എക്സ് അങ്ങനെ. ഇനി അടുത്തൊരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, അടുത്തൊരു ആംഗിൾ ഉണ്ടല്ലോ, ഏതാ? y ഈക്വൽ ടു എത്രയാ? കോസ് ഇൻവേഴ്സ് 15/17. 15/17 നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ? 8, 15, 17. ഇതും ട്രിപ്ലറ്റ് അല്ലേ? അപ്പൊ ഇതിന് നമുക്ക് കോസ് y ഈക്വൽ ടു 15/17 എടുക്കാം. അവിടെ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ആ ട്രയാങ്കിളിൽ ആംഗിൾ ഏതാ ഉണ്ടാവുക? ആംഗിൾ y ഉണ്ടാവുക. അവിടെ ഈ സൈഡ് 15, ഈ സൈഡ് 17, ഈ സൈഡ് 8. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കാനൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. നമുക്ക് പല സമയങ്ങളിലും ആവശ്യമുണ്ടാവും. അപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് ആവശ്യമുണ്ട്, ഓർത്ത് വെച്ചോളാം. ഈ രണ്ട് ട്രയാങ്കിളും നമുക്ക് ആവശ്യമുണ്ട്. അവിടെ നിന്നോട്ടെ, നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, റെഡി. അപ്പോൾ ഇനി നമ്മൾ ഓരോ ഓപ്ഷൻസ് ആയിട്ട് എടുക്കാൻ പോവാണ്. കോട്ട് ഇൻവേഴ്സ് ഓഫ് ഏതോ ഒരു വാല്യൂ ഈക്വൽ ടു എക്സ് മൈനസ് വൈ ആണോ നോക്കണം. ടാൻ ഇൻവേഴ്സ് ഓഫ് ഏതോ ഒരു വാല്യൂ എക്സ് മൈനസ് വൈ ആണോ നോക്കണം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ കോസ് ഇൻവേഴ്സോ അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സോ എടുക്കാം. അതായത് നമുക്ക് എനിക്ക് കണ്ടിട്ടൊരു എളുപ്പം തോന്നുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക, ഏതെടുത്താലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ ആദ്യം കോസ് ഇൻവേഴ്സ് 304/425 ഈക്വൽ ടു എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന ഒരു ആംഗിൾ ആണ്. ഇതൊരു ആംഗിൾ ആണ്, രണ്ട് ആംഗിളുകളുടെ വ്യത്യാസം ഒരു ആംഗിൾ ആണ്. അതാണ് എന്ന് ഞാൻ ഊഹിച്ചു. അങ്ങനെയാണെങ്കിൽ കോസ് ഓഫ് എക്സ് മൈനസ് വൈ ആരായിരിക്കും? കോസ് ഓഫ് എക്സ് മൈനസ് വൈ 304/425 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിനും എഴുതാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ഓപ്ഷനകത്ത് എനിക്ക് ഇങ്ങനെ കിട്ടി. രണ്ടാമത്തെ ഈ ഓപ്ഷനകത്തുനിന്നോ എനിക്ക് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു
304/425 കിട്ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ആണ് എന്റെ മുന്നിലുള്ളത്. രണ്ടല്ല, 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുക. എടാ, സൈൻ ഓഫ് എക്സ് മൈനസ് വൈ നമ്മള് ട്രിഗ്നോമെട്രിയിൽ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ആരാണ്? സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഓക്കെ, അപ്പോൾ ഇതിന്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഈ ആൻസർ ഈ 304/425 വരുന്നുണ്ടോ, ഇത് കറക്റ്റ് ആവുന്നുണ്ടോ നോക്കാം. അപ്പൊ സൈൻ എക്സ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടുക? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രയാങ്കിൾ വരച്ചത്. അപ്പൊ സൈൻ എക്സ് ഏതാന്ന് പറയാം. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് 24/25 ഇൻറ്റു കോസ് വൈ ആരാ? കോസ് വൈ നമുക്കിവിടെ ഓൾറെഡി ഉണ്ട്. കോസ് വൈ എന്ന് പറഞ്ഞാൽ 15/17 മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. കോസ് എക്സ് ആരാ? കോസ് എക്സ് നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട് 7/25 ഇൻറ്റു പിന്നെ ആരുള്ളത് സൈൻ വൈ അല്ലെ. കോസ് എക്സും സൈൻ വൈ എന്ന് പറഞ്ഞാൽ 8/17. ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരം ഇതാണ്. ഇല്ലെങ്കിലോ നിങ്ങൾ അടുത്ത് ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, നമുക്കിത് ചെയ്ത് നോക്കാം. അതിനെന്താ ചെയ്യേണ്ടത്? 25/17 എല്ലാം ഡിനോമിനേറ്റർ കോമൺ ആണ്, കോമൺ ആയിട്ട് എഴുതാം. 25/17 എങ്ങനെ ചെയ്യാം? 17ന്റെ പകുതി 8.5, 8.5ന്റെ പകുതി 4.25, 4.25ന് 2 0 ഇട്ടാ 425. ഓക്കെ, ഡിനോമിനേറ്റർ കിട്ടി. ഇനി മുകളിൽ ചെയ്യാം 24/15, 24ന്റെ പകുതി 16, 12, 12/3 36. ഓക്കെ, 36 കൊണ്ട് 10 കൊണ്ട് ഗുണിച്ചാൽ 360. അപ്പൊ 24/15 360 കിട്ടി. ഇനി 7 8 56 കിട്ടും. അപ്പോൾ 360 56 പോയാൽ 304/425. ഓക്കെ, 304/425 അതിവിടെ കിട്ടി. അതിന്റെ അർത്ഥം എന്റെ ആൻസർ ഏതാ? സൈൻ ഇൻവേഴ്സ് ഓഫ് 304/425 ആണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇതുമായിട്ട് ടാലി ആക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഈക്വൽ RHS ഈക്വൽ ടു LHS ഒക്കെ ആക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ ഏതാന്ന് പറയാം? സൈൻ ഇൻവേഴ്സ് ഓഫ് 304/425 എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് നേരത്തെ അറിയാവുന്ന ഓപ്ഷൻ ആയതുകൊണ്ടല്ലേ? അല്ല, എനിക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ എക്സ്പാൻഡ് ചെയ്യാൻ എളുപ്പമായതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം എന്ത് ചെയ്യാം? കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ, കോസ് ഓഫ് എക്സ് മൈനസ് വൈ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. കോസ് ഓഫ് എക്സ് മൈനസ് വൈ എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? അതും കൂടെ ഒന്ന് ചെയ്യാം. ഓക്കെ, നിങ്ങൾ നോക്കിക്കോ ഇവിടെ ചെയ്യാം. ഓക്കെ, ഇതാ ഞാൻ ഇവിടെ ചെയ്തുതരാം, ശ്രദ്ധിച്ചോ. നമ്മൾ ചെയ്യാൻ പോണ് കോസ് ഓഫ് എക്സ് മൈനസ് വൈ. ആരാ കോസ് ഓഫ് എക്സ് മൈനസ് വൈ? നിങ്ങൾക്കറിയാം കോസ് എക്സ് കോസ് വൈ മൈനസ് പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. ഓക്കെ, ഇനി കോസ് എക്സ് ആരാ? കോസ് എക്സും സൈൻ വൈ ഒക്കെ പറഞ്ഞിട്ട് പോവാം. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 24/25, കോസ് വൈ എന്ന് പറഞ്ഞാൽ 7/25. ഓക്കെ കോസ് എക്സ് കോസ് വൈ, കോസ് എക്സ് 7/25, കോസ് വൈ 15/17. ഓക്കെ, 7/25 ഇൻറ്റു 15/17 പ്ലസ് പിന്നെ ആരാളുള്ളത്? സൈൻ എക്സ് സൈൻ വൈ ആരാ? സൈൻ എക്സ് 24/25 8/17, 24/25 ഇൻറ്റു 8/17. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിനോമിനേറ്റർ ആയിട്ട് കിട്ടുന്നത് 425 തന്നെയാണ്. ഇനി ന്യൂമറേറ്ററിൽ എന്താ കിട്ടാൻ നോക്കാം. 7 ഇത് 105 വരും. 24 ഇൻറ്റു 8 ചെയ്താൽ 160, 208, 24 ഇൻറ്റു 8. ഓക്കെ, അപ്പൊ അത് 297 കിട്ടും. അപ്പൊ കോസ് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 297 കിട്ടും, അല്ല 297/425 എന്ന് കിട്ടും. കോസ് ഇൻവേഴ്സ് ഓഫ് 297/425 ആണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? എക്സ് മൈനസ് വൈ എന്ന് കിട്ടുക. ഓക്കെ, അപ്പൊ ഇതാണോ അവിടെ ആൻസർ ഉള്ളത്? നോക്ക്, അതാണോ ആൻസർ ഉള്ളത്? അല്ല, അതല്ല ആൻസർ ഉള്ളത്. ഇതിൽ നമുക്ക് കുറെ ഇൻഫറൻസിലേക്ക് എത്താൻ പറ്റും. കോസ് ഇൻവേഴ്സ് ഉള്ളപ്പോൾ അതിന്റെ കൂടെ 297/425 ഉണ്ടെങ്കിൽ ഉത്തരം കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ നോക്കണേ, കോസ് ഇൻവേഴ്സ് ഓഫ് 297/425 ആണ് എക്സ് മൈനസ് വൈ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താ? കോസ് ഇൻവേഴ്സും 297/425 ഒരുമിച്ച് വന്നാൽ മാത്രമേ ഇത് ആൻസർ ആവുള്ളൂ, ഇല്ലെങ്കിൽ വേറെ ഏതോ ആൻസർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കോസ് ഇൻവേഴ്സിന്റെ കൂടെ 297/425 ഇല്ല, അതുകൊണ്ട് ഇത് ആൻസർ അല്ല. ഇനി ഇവിടെ ടാൻ ഇൻവേഴ്സിന്റെ കൂടെയാണ് 297/425 ഉള്ളത്, അതുകൊണ്ട് ഇത് ആൻസർ അല്ല. ഇവിടെ ആരാ വേണ്ടത്? കോസ് ഇൻവേഴ്സ് ആണെങ്കിൽ ഉത്തരം കറക്റ്റ് ആയിരുന്നു. ഇവിടെ അത് തന്നെയല്ലേ അവസ്ഥ? ഇവിടെ കോട്ട് ഇൻവേഴ്സ് അല്ലേ? ഇവിടെ കോസ് ഇൻവേഴ്സ് ആണെങ്കിൽ ഉത്തരം കറക്റ്റ് ആയിരുന്നു, പക്ഷെ ഇവിടെ കോട്ട് ഇൻവേഴ്സ് ആയതുകൊണ്ട് ഉത്തരം കറക്റ്റ് അല്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്താലും ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പോയാലുള്ള
പ്രശ്നം എന്താ, ഇത് എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ടൈം എടുക്കും, ഇക്വേഷൻ കുറച്ചും കൂടെ ലെങ്തി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഏതെങ്കിലും ഒരെണ്ണം സിമ്പിൾ ആയിട്ടുള്ളത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു ഏരിയയിൽ പറയാനുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻവേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് വെച്ചിട്ടുള്ള ഇത് വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഇതൊന്ന് ഒരു പോസ് ചെയ്തിട്ട് നമ്മൾ സ്ക്രീനിൽ നിന്ന് പോസ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്തതിനു ശേഷം ഇതിന്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ കൂടുതൽ എന്തെങ്കിലും സഹായങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, കൂടുതൽ ടോപ്പിക്സ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാവുന്ന ഒരു മടിയും കാണിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ലൈക്കുകളും ഒക്കെ തന്നെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ, ഞങ്ങൾക്ക് നിങ്ങളെ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയും കഴിയട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്, അത് വേറൊന്നുമല്ല, നിങ്ങൾ CGL-ഓ CHS-ലോ അതുപോലെ തന്നെ SSC-ന്റെ ഏതെങ്കിലും പരീക്ഷകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിന്റെ അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, 8075753676. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിശയിലേക്കാണ് നിങ്ങൾക്ക് കണക്ട് ആവുക, ദിശ അക്കാദമിയിലേക്കാണ് കണക്ട് ആവുക. നിങ്ങൾക്ക് അതിന്റെ അവിടെ ഓഫ്ലൈൻ ക്ലാസ്സസ്, ഓൺലൈൻ ക്ലാസ്സസ്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ യൂട്യൂബ് ക്ലാസ്സസ്, അതുപോലെ തന്നെ എക്സാം ആയിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിച്ച് ചോദിക്കാം. എല്ലാ സമയത്തും നമ്മൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതിപ്പോൾ യൂട്യൂബിലാണെങ്കിൽ അങ്ങനെ, ആപ്പിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് നേരിട്ട് വന്ന് പഠിക്കാനാണെങ്കിൽ അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയെങ്കിലും പഠിക്കാൻ പറ്റിയാൽ മതി. അങ്ങനെ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ, നല്ല മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.